ഹലോ മക്കളെ, ഈ വീഡിയോയിൽ നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ടോപ്പ് 10 എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എല്ലാ വർഷവും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ചോദ്യങ്ങൾ എന്തായാലും ഈ പ്രാവശ്യത്തെ പരീക്ഷയിൽ ചോദിച്ചിരിക്കും. സോ ഒരു കാരണവശാലും ഈ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഇതെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോരോ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. വീണ്ടും ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, ഇതുപോലത്തെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം നമ്മുടെ ചാനൽ ലൈവ് ഉണ്ട്. ആ ലൈവുകളിൽ നിങ്ങൾ കൃത്യമായിട്ട് പങ്കെടുക്കണം. ലൈവിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഫസ്റ്റ് ഒരു സിമ്പിൾ ചോദ്യമാണ്. ചോദ്യം വായിച്ചു നോക്കാം. ഇൻ ദ ഫിഗർ എ ബീം ഓഫ് ലൈറ്റ് വിച്ച് ഇൻസിഡൻസ് ഓൺ എ സർഫസ് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ ഇസ് ഡെപ്പിക്കറ്റ്. ലൈറ്റ് വന്ന് ഇടിക്കുന്നു, അങ്ങോട്ട് തിരിച്ചു പോകുന്നു. ഇഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം ഇസ്, അത് വന്ന് ഇടിക്കുന്നതിനും തിരിച്ചു പോകുന്നതിനിടയിലുള്ള ആംഗിൾ 60 ഡിഗ്രിയാണ്. വാട്ട് വിൽ ബി ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? പതന കോൺ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യുക? ഒന്നുമില്ല, നിങ്ങൾ ലൈറ്റ് വന്നിട്ട് സർഫസിൽ ഇടിക്കുകയാണെങ്കിൽ അവിടെ തന്നെ നിങ്ങൾ നോർമൽ വരച്ച് നോക്കുക. ഓക്കെ, നമുക്ക് ഇവിടെ നോർമൽ വരയ്ക്കുക. നോർമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർഫസിനോട് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കും ഉണ്ടാവുക. സർഫസിനോട് കണ്ടോ 90 ഡിഗ്രി ഉണ്ടാക്കിയിട്ടായിരിക്കും ഈ സംഭവം ഉണ്ടാവുക, നോർമൽ. അപ്പോൾ നോർമൽ വരയ്ക്കുക. ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, പതന കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇൻസിഡൻറ്റ് റേയും നോർമലിൻ്റെയും ഇടയിൽ കിടക്കുന്ന ആംഗിളാണ്. ഈ ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. സോ നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഐ എന്ന് വിളിക്കാൻ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്തായിരിക്കും? മറ്റേ ആംഗിൾ, അതായത് നോർമലും റിഫ്ലക്റ്റഡ് റേയും ഉണ്ടാക്കുന്ന ആംഗിളാണ്. അതേത് ആംഗിളാണ്? ദി ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, പ്രതിപതന കോൺ. നമുക്കറിയാം ഈ രണ്ട് ആംഗിൾസും സെയിം ആയിരിക്കും. മൊത്തത്തിൽ 60 ഡിഗ്രിയാണ്. ഇത് രണ്ടും സെയിം ആവണമെങ്കിൽ ആ രണ്ട് ആംഗിൾസ് എത്ര ആയിരിക്കണം? 30 വീതമായിരിക്കണ്ടേ? അപ്പോൾ ഇതും 30 ആയിരിക്കണം, മറ്റേ ആംഗിൾ 30 ആയിരിക്കണം. ഇനി അവരെന്താ ചോദിച്ചത്? വാട്ട് ഈസ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എല്ലാം എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ബേസിക് ചോദ്യങ്ങളാണ്. ഇതുപോലത്തെ ചോദ്യങ്ങൾ പരീക്ഷയിൽ ചോദിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ആൻസർ കൊടുക്കാൻ പറ്റണം. ഓക്കെ, ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. If two plane mirrors are placed at an angle of 60 degree between them, what will be the number of images formed by them? രണ്ട് പ്ലെയിൻ മിറേഴ്സ് ഉണ്ട്. ഇപ്രാവശ്യം രണ്ട് മിറേഴ്സ് ആണ്, രണ്ട് ലൈറ്റിൻ്റെ റേസ് അല്ല, മിറേഴ്സ് ആണ്. ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ഇതിന് മുൻപിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവച്ചാൽ നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ എത്ര ടോട്ടൽ ഇമേജസ് ഈ രണ്ട് മിററിലും കൂടെ ടോട്ടലായിട്ടുണ്ടാവും? എന്തായാലും ഒന്നല്ല, രണ്ടാമന് ചാൻസ് ഇല്ല. കാരണം മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഉണ്ടാവും, ഇതിലുള്ള റിഫ്ലക്ഷനിലുണ്ടാവും. അപ്പോൾ ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ വന്നു കഴിയുമ്പോൾ എത്ര ഇമേജസ് ഫോം ചെയ്യുന്നുള്ളൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ചോദ്യങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. ഫോർമുല നിങ്ങൾ പഠിച്ചില്ല, ഇതാണ് മക്കൾ, ഇത്രയേ ഉള്ളൂ. n = n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇമേജസ് ആണ്, എത്രത്തോളം പ്രതിബിംബം രൂപപ്പെടും, ആ എണ്ണമാണ്. എണ്ണം = 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആംഗിൾ, ഈ കേസിൽ 60 ഡിഗ്രിയാണ് തീറ്റ. ഓക്കെ, ആ തീറ്റ വാട്ട് എവർ, ആ തീറ്റ എത്രയാണെന്ന് വെച്ചാൽ -1 ചെയ്യണം. 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ തീറ്റ -1 ചെയ്താൽ നിങ്ങൾക്ക് ആ നമ്പർ ഓഫ് ഇമേജ് കിട്ടും. ഇട്ട് കൊടുത്ത് 360 ആണ്. തീറ്റ എത്രയാണ് ഇവർ പറഞ്ഞത്? 60 ഡിഗ്രിയാണ്. 60 -1, 0 കട്ട് ചെയ്യുക. 36/6 -1. 36 6 × 6 ആണ് 36. 6 - 1 5 ആണ്. സോ എത്ര പ്രതിബിംബങ്ങൾ രൂപീകരിക്കും ഇവിടെ? 5 എണ്ണം ഉണ്ടാവും. ഞാൻ പോയി ഇതിൻ്റെ ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ, ഇതിൻ്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ എത്ര എൻ്റെ ഇമേജ് ഉണ്ടാവും? 5 എണ്ണം ഉണ്ടാവും. ഇതുപോലത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ ഈ ഒരൊറ്റ ഫോർമുല ഓർത്ത് വെക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. ഇത് നേരെ തിരിച്ചും വേണം ചോദിക്കാം കേട്ടോ. അതായത് ഇമേജിൻ്റെ എണ്ണം തരാം, എന്നിട്ട് ആംഗിൾ തീറ്റ എത്രയാണെന്ന് ചോദിക്കാം. അപ്പോൾ അതുപോലെ ഒരു ചോദ്യം വന്നാൽ അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ അവർ ചിലപ്പോൾ നിങ്ങളോട് പറയും n = വല്ല 6 ആണെന്ന് പറയും. അങ്ങനെയാണ് ആംഗിൾ തീറ്റ എത്രയാണ്? 6 ഇമേജസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ ആംഗിൾ തീറ്റ എത്രയാണെന്ന് ചോദിക്കാം. അപ്പോൾ 6 വേണ്ട, നമുക്ക് തൽക്കാലം 3 എടുക്കാം. അപ്പോൾ ഇങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ ഒന്നുമില്ല, നിങ്ങൾ ആ വീണ്ടും അതേ ഫോർമുല ഉപയോഗിക്കുക. n = 360 ഡിവൈഡഡ് ബൈ തീറ്റ -1 എന്ന് ഉപയോഗിക്കുക. ഇപ്രാവശ്യം നമുക്ക് തീറ്റയാണ് വേണ്ടത്. സോ ആദ്യം എന്ത് ചെയ്യും? -1 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾക്ക് 360 ഡിവൈഡഡ് ബൈ തീറ്റ = n. -1 എന്നിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് +1 ആയി മാറും. ഇനി തീറ്റയല്ല നമുക്ക് വേണ്ടത്. ഒരു കാര്യം ചെയ്തോ, ഈ തീറ്റനെ അങ്ങോട്ടും ഈ n+1 ഇങ്ങോട്ടും കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും തീറ്റ = 360 ഡിവൈഡഡ് ബൈ n+1 എന്ന് കിട്ടും. ഇനി n ഇട്ട് കൊടുക്കുക, പരിപാടി തീർക്കുക. n എത്രയാണ് മക്കളെ? 3 എന്നാണ് അവർ തന്നത്. അപ്പോൾ നിങ്ങൾ ഇട്ട് കൊടുക്കുക, പരിപാടി തീർക്കുക. 360 ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 + 1 4 ആണ് വരിക. 2നെ പകുതിയാക്കുക. 360ൻ്റെ പകുതി 180. ഇത് 2 വീണ്ടും വേണം പകുതി. വീണ്ടും പകുതി തന്നെയാണ്. 180 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിൽ വെക്കുമ്പോഴാണ് 3 ഇമേജസ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ പരീക്ഷ ചോദിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾ ആൻസർ കൊടുക്കണം. വലിയ ബുദ്ധിമുട്ടിൽ ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായി. ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. വേറെ ടൈപ്പ് റിഫ്ലക്ഷൻ്റെ ടൈപ്പാണ്, ഡയറക്റ്റ് ചോദ്യമാണ്. ദ ഡയഗ്രാം റെപ്രസെൻറ്റ്സ് ബ്ലാ 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 എന്നൊക്കെ പറയുന്നുണ്ട്. ഫൈൻഡ് ദ ഇൻസിഡൻറ്റ് ആംഗിൾ, പതന കോൺ കണ്ടുപിടിക്കണം. പിന്നെ സ്റ്റേറ്റ് ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ, പ്രതിപതന നിയമങ്ങൾ പറയണം. അത് നമ്മൾ ഇൻസിഡൻറ്റ് ആംഗിൾ കണ്ടുപിടിക്കാം. 30 ഡിഗ്രി ഈ ആംഗിളാണ്, ഇതാണ് ഇൻസിഡൻറ്റ് ആംഗിൾ. പല കുട്ടികളും ആൻസർ പറയാം 30 ഡിഗ്രി എന്നാണ്. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതായിരിക്കും ആദ്യം വന്നുള്ളത്.
അതാണ് ഇൻസിഡൻറ്റ് ആംഗിൾ. ആലോചിച്ച് നോക്കി, ഇൻസിഡൻറ്റ് ആംഗിൾ കണ്ടുപിടിക്കണേ എപ്പോഴും നമ്മൾ നോർമൽ വരയ്ക്കണം. സർഫസുമായി, ഇതാണ് സർഫസ്, സർഫസ് എന്നാണ് മിററുമായി നോർമൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇപ്രാവശ്യം നോക്കിക്കേ, ഇങ്ങനെയല്ല ഉണ്ടാവുക, പെർപെൻഡിക്കുലർ ആയിരിക്കണം സർഫസിനോട് അല്ലെ മിററിനോട്. ഇതാണ് നോർമൽ. അപ്പം നോർമൽ ഇത് ഇൻസിഡൻറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ, അല്ല ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് റേയും നോർമലിൻ്റെ ഇടയിൽ കിടക്കുന്ന ആംഗിളാണ്. അതെന്ന് പറഞ്ഞാൽ ഏത് ആംഗിളാണ്? അതെന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ്, ഈ ആംഗിൾ. അത് എത്രയായിരിക്കും? 30 ഡിഗ്രി അല്ല. ആലോചിച്ച് നോക്ക്, ഇത് 30 ഡിഗ്രിയാണ്, ടോട്ടൽ ഇത് 90 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക, കാരണം ഇത് നോർമലാണ്, 90 ഡിഗ്രിയിലായിരിക്കും ഉണ്ടാവുക. ഇത് 30ഉം ബാക്കി മൊത്തത്തിൽ 90 ആണെങ്കിൽ ബാക്കി എത്ര ആവണം? 90 കിട്ടാൻ വേണ്ടി 30ൻ്റെ കൂടെ 60 ആയിരിക്കണം. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഈ 60 ഡിഗ്രി അല്ലേ നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? 60 ഡിഗ്രി അല്ലേ നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ആൻസർ കിട്ടിക്കഴിഞ്ഞു. 30 ഡിഗ്രി അല്ല ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60 ഡിഗ്രി. ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും അത് തന്നെയായിരിക്കും വരിക. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു 60 ഡിഗ്രി, അത് കിട്ടി. സ്റ്റേറ്റ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ 2 ലോസേ ഉള്ളൂ. ഫസ്റ്റ് ലോ എന്താണ് മക്കളെ? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയിരിക്കും. പതന കോണും പ്രതിപതന കോണും എപ്പോഴും തുല്യമായിരിക്കും. രണ്ടാമത്തെ നിയമം എന്താണ്? ഒന്നുമില്ല. ഈ 3 റേസിൽ ഇൻസിഡൻറ്റ് റേ, പതനരശ്മി, റിഫ്ലക്റ്റഡ് റേ, പ്രതിപതന രശ്മി, പിന്നെ നോർമൽ ലംബവും, ഓൾ ലൈ ഇൻ സെയിം പ്ലെയിൻ, എല്ലാം ഒരേ തലത്തിലായിരിക്കും ഉണ്ടാവുക, എല്ലാം ഒരേ പ്ലെയിനിലായിരിക്കും ഉണ്ടാവുക. ഈ 2 നിയമങ്ങൾ പഠിച്ചു വെക്കുക. ലോസ് ഓഫ് റിഫ്ലക്ഷനാണ്, പരീക്ഷയിൽ ചോദിക്കും. സെറ്റാണോ? മുന്നോട്ട് പോവാം. റെഡി? അടുത്ത ചോദ്യം പിടിച്ചോ. 2 റേസ് ഓഫ് ലൈറ്റ്. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, വെറുതെ നമ്മളിങ്ങനെ ചെയ്തു പോകുന്നതല്ല. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പ്രീവിയസ് ഇയർ പേപ്പർ എടുത്താൽ വീണ്ടും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. അതിനർത്ഥം എന്താണ്? ഇത് ചോദിക്കാതെ പറ്റില്ല. ബാക്കിയുള്ള അവിടെ ഇവിടെയും ചിലപ്പോൾ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും എക്സ്ട്രാ കേട്ടോ, പക്ഷേ ഇത് ചോദിക്കാത്തൊരു പേപ്പറില്ല. ഈ 10 ചോദ്യങ്ങൾ പഠിച്ച് മാത്രം നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു 5 ചോദ്യം വന്നാൽ 4 എന്തായാലും നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. 5 ചിലപ്പോൾ വേണമെങ്കിൽ വേറെ എവിടെ നിന്ന് വരാം, പക്ഷേ 4 എന്തായാലും ഉത്തരം പറയാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? 2 റേസ് ഉണ്ട്, ബ്ലാ 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 ബ്ലാ. ഡ്രോ എ റേ ഡയഗ്രാം ഇൻഡിക്കേറ്റിംഗ് ഇമേജ് ഫോർമേഷൻ. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന 2 റേസ് മിററിൽ തട്ടുകയാണ്, പ്ലെയിൻ മിററാണത്. അങ്ങനെയാണെങ്കിൽ ഇതിന് മൊത്തം റേ ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ്, അതിൻ്റെ എന്തെങ്കിലും 2 പ്രത്യേകതകൾ എഴുതാം. അപ്പോൾ ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾ ആദ്യം 2 റേസ് ഇങ്ങനെ വരുന്നുണ്ട് ഒബ്ജക്റ്റിൽ നിന്ന് മിററിലേക്ക്. ഇവിടെ നോർമൽ അവർ ഓൾറെഡി വരച്ച് തന്നിട്ടുണ്ട്. വരച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നോർമൽ വരയ്ക്കുക, പെർപെൻഡിക്കുലർ വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾ റിഫ്ലക്റ്റഡ് റേ കാണിക്കുക. അപ്പോൾ കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നോക്കിക്കേ, ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണെങ്കിൽ ഇവിടുന്ന് റിഫ്ലക്ഷൻ പോകുന്ന ലൈറ്റ് എന്താണ്? ഏതാണ്ട് സെയിം ആംഗിൾ ഉണ്ടാക്കണം. പക്ഷേ ഞാൻ ഇപ്പോൾ വരച്ചത് സെയിം ആംഗിൾ അല്ല. അപ്പോൾ ഏതാണ്ട് സെയിം ആംഗിളിൽ വരയ്ക്കാം. നിങ്ങൾക്ക് ഇനിയിപ്പോൾ മറ്റേ പ്രൊട്രാക്ടർ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും വരയ്ക്കാവുന്ന കേട്ടോ. അപ്പോൾ കറക്റ്റ് ആംഗിൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഏതാണ്ട് സെയിമാണ് വരച്ചിരിക്കുന്നത്, കറക്റ്റ് സെയിം അല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് റിഫ്ലക്റ്റഡ് റേ. ഇത് 2 സെയിം ആണെന്ന് ഞാൻ കാണിക്കാൻ പോവാണ്. ഈ ആംഗിൾ സെയിം ആണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു വര വെച്ചിട്ട് ഞാൻ കാണിക്കും. ഓക്കെ, കാരണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ സെയിം ആണ്. ഇനി രണ്ടാമത്തെ റേ ഇവിടെ വന്നിരിക്കുന്നു. അതിൻ്റെ റിഫ്ലക്റ്റഡ് റേ എങ്ങനെ ഉണ്ടാവാം? അതിൻ്റെ റിഫ്ലക്റ്റഡ് റേ ഏതാണ്ട് ഈ ആംഗിളും ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ സെയിം ആവുന്ന രീതിയിലായിരിക്കും ഉണ്ടാവേണ്ടത്. അപ്പോൾ ഏതാണ്ട് ഇങ്ങനെ ഉണ്ടാവും, ഏതാണ്ട് സെയിം ആണ്. ഓക്കെ, ഇത് 2 സെയിം ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇതിൻ്റെ ഇവിടെ 2 വര വെച്ച് കാണിക്കുന്നു. കാരണം ഇതും വല്ല 30 ഡിഗ്രി ആയിരിക്കും, ഇത് വല്ല 40 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇതും സെയിം അല്ല. ഇവർ തമ്മിൽ സെയിം ആണ്, ഓക്കെ. അപ്പോൾ ഈ 2 റേസാണ് നമ്മൾ ഇവിടെ നിന്നാണ് നോക്കുന്നത് നമ്മുടെ കണ്ണിലെത്തുക. അപ്പോൾ നമ്മുടെ കണ്ണും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കുക. നമ്മുടെ കണ്ണിൽ ഈ 2 റേസ് എത്തുക. അപ്പോൾ നമ്മുടെ കണ്ണ് പറയും എന്താണ്? നമ്മുടെ കണ്ണ് പറയും സിമ്പിളായിട്ട് ഇത് ഈവൻലി ഈ റേ നീല കളർ അത് ഏതാണ്ട് ഇത് ഇവിടെ നിന്നല്ലേ വരുന്നത്. അതെ, റെഡ് കളർ റേ എവിടുന്നാണ് വരുന്നത്? റെഡ് കളർ റേ ഏതാണ്ട് ഇത് ഇവിടെ നിന്നാണ് വരുന്നത്. ഏതാണ്ട് കാണിച്ചാൽ ആദ്യം നിങ്ങൾ. അതായത് ബേസിക്കലി ഇമേജ് എവിടെ ആയിരിക്കും ഉണ്ടാവുക? ഇമേജ് ഏതാണ്ട് ഇതിവിടെ ആയിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞു, ഇമേജ് ഫോർമേഷൻ കഴിഞ്ഞു. അപ്പോൾ പ്ലെയിൻ മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ മൾട്ടിപ്പിൾ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. വരയ്ക്കാൻ പഠിക്കുക വളരെ സിമ്പിളാണ്, ഞാൻ വരച്ച് വെക്കാം. ഇനി എന്താണ് അവരുടെ പ്രോപ്പർട്ടീസാണ് മക്കളെ. പ്ലെയിൻ മിററിനെ എപ്പോഴും ഓർത്ത് വെക്കുക, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഒബ്ജക്റ്റിലേക്കുള്ള ദൂരവും ഇമേജിലേക്കുള്ള ദൂരം സെയിം ആയിരിക്കും. വസ്തുവിലേക്കുള്ള ദൂരവും പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും എപ്പോഴും സെയിം ആയിരിക്കും. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? രണ്ടാമത്തെ പ്രോപ്പർട്ടി സൈസും സെയിം ആയിരിക്കും. ഒബ്ജക്റ്റ് സൈസ് ഈസ് ഈക്വൽ ടു ഇമേജ് സൈസ്. അപ്പോൾ നമ്മളൊരു സാധാരണ മിററിന് മുന്നിൽ പോയി നിന്നാലും നമ്മുടെ ഇമേജും നമ്മളും ഒരേ വലിപ്പമായിരിക്കും ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഇമേജ് സൈസ് സെയിം സൈസ് ആയിരിക്കും. ഇതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമേജ് എന്തായിരിക്കും മക്കളെ? ഈ ഇമേജ് വെർച്വൽ ഇമേജ് ആണ്. അതായത് ഇത് മിററിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഇമേജാണ്, പുറത്ത് സ്ക്രീനിൽ കിട്ടില്ല. നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റും മിററിൻ്റെ ഉള്ളിൽ, പക്ഷെ പുറത്ത് സ്ക്രീനിൽ കിട്ടില്ല. അപ്പോൾ വെർച്വൽ അഥവാ മിഥ്യയായിട്ടുള്ള ഇമേജാണ്. വെർച്വൽ ആണെങ്കിൽ എപ്പോഴും ഇറക്റ്റുമായിരിക്കും. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ നിവർന്നായിരിക്കും. മിഥ്യയായും
മിഥ്യയായുള്ള ഇമേജാണ്, അതേസമയം നിവർന്നുള്ള ഇമേജാണ്. ശരിയല്ല, നമ്മൾ പ്ലെയിൻ മിററിന് മുന്നിൽ വയ്ക്കുന്നത് നമ്മൾ നിവർന്നുള്ള ഇമേജാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസാണ് പ്ലെയിൻ മിററിൻ്റെ ഓർത്ത് വെക്കണം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഈ ഒരു അവസാനത്തെ പ്രോപ്പർട്ടി. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ ഇതുപോലത്തെ ചോദ്യം എന്തായാലും പരീക്ഷയിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്ത ചോദ്യം നോക്കാം. ഐഡൻറ്റിഫൈ ദ റിലേഷൻ ടു സീ അവർ ഫേസ്. മുഖം കാണാൻ വേണ്ടി നമ്മൾ പ്ലെയിൻ മിറർ ഉപയോഗിക്കും, സമതല ദർപ്പണം ഉപയോഗിക്കും. ഫോർ റിയർ വ്യൂ ഇൻ വെഹിക്കിൾസ്, നമ്മുടെ വെഹിക്കിളിലൊക്കെ സൈഡിലുള്ള മിറേഴ്സ് എന്താണ്, അത് പഠിച്ചു വെച്ചോ മക്കളെ, കോൺവെക്സ് മിറേഴ്സ് ആണ്. കോൺവെക്സ് മിറേഴ്സ്, കോൺവെക്സ് എന്നാണ് ഇവൻ മാക്സിമം സർഫസ് ഏരിയ ഉള്ള ആൾ, മാക്സിമം സർഫസ് ഏരിയ ഉള്ള ആളാണ്. മാക്സിമം നിങ്ങൾക്ക് എന്താണ് ഫീൽഡ് ഓഫ് വ്യൂ കിട്ടും. നമ്മുടെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് വിളിക്കാം കേട്ടോ. മാക്സിമം നമുക്ക് ഇങ്ങനത്തെ കോൺവെക്സ് മിറർ ഉണ്ടെങ്കിലും ഗുണമെന്നാണ്, നമുക്ക് മാക്സിമം കാറുകളും ലോറികളും മരമൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ മിററിൽ കാണാൻ പറ്റും. മാത്രമല്ല കോൺവെക്സ് മിററിൻ്റെ പ്രത്യേകത എപ്പോഴും സ്മോൾ ഇമേജ് ആണ് ഉണ്ടാക്കുക. അപ്പം വലിയ വലിയ കാറുകളും കുറേ സാധനങ്ങളും നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും, അപ്പോൾ കൂടുതൽ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഫീൽഡ് ഓഫ് വ്യൂ കൂടുതലാണ്. ഇത് രണ്ടും ഓർത്ത് വെച്ചു കേട്ടോ. അപ്പോൾ പരീക്ഷയിലാണ് ചോദിക്കാം എന്തുകൊണ്ടാണ് കോൺവെക്സ് മിറർ നമ്മൾ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത്. രണ്ട് കാരണമാണ്. ഒന്ന് സ്മോൾ ഇമേജുകളാണ് ഉണ്ടാക്കുക, അപ്പോൾ കുറേ വലിയ വലിയ സാധനങ്ങൾ ചെറുതായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല ഫീൽഡ് ഓഫ് വ്യൂ കൂടുതലാണ്, കൂടുതൽ സർഫസ് ഏരിയ ഉണ്ട്, കൂടുതൽ കാര്യങ്ങൾ അത് കാണിച്ച്. ഇനി ഇവിടുന്ന് വേറെ ചോദ്യം ചോദിക്കുക, അപ്പോൾ ഷേവിംഗ് മിററായിട്ട് ആരോ ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഷേവിംഗ് മിറർ അഥവാ ഡെൻറ്റിസ്റ്റിൻ്റെ മിറർ, അല്ലെ ടോർച്ചുകളുടെ ഉള്ളിൽ, അല്ലെ കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ, സോളാർ ഫർണേസിൻ്റെ ഉള്ളിൽ എല്ലാം ഉപയോഗിക്കുന്ന ഒരൊറ്റ ടൈപ്പ് മിററാണ് മക്കളെ കോൺകേവ് മിററാണ്. കോൺകേവ് മിറർ, ഈ മിറർ, ഇവനെയാണ് നമ്മൾ ഇവിടൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ വേണമെങ്കിൽ പരീക്ഷയിൽ ഇതും കൂടി വേണം ചോദിക്കാം. അപ്പോൾ നമ്മളൊരു ചോദ്യം നോക്കുമ്പോൾ നമ്മൾ ആ ചോദ്യം മാത്രമല്ല പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ പറയുമ്പോൾ ഒക്കെ അവിടുന്ന് വരാൻ ചാൻസ് ഉള്ള വേറെ ചോദ്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, റെഡി. ചൂസ് ദി റോങ് ഡയഗ്രാം റിലേറ്റഡ് ടു ദി റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഇതിൽ ഏതാ തെറ്റ് ഡയഗ്രാം? ലൈറ്റ് വന്നിടിക്കുന്നു, ലൈറ്റ് തെറിച്ചു പോകുന്നു, ഒരു കുഴപ്പമില്ല. ലൈറ്റ് വന്നിടിക്കുന്നു, ലൈറ്റ് ഇങ്ങനെ തെറിച്ചു പോകുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ സെയിം ആണോ നോക്കിക്കേ. ഇത് 50 ഡിഗ്രിയാണ്, പക്ഷെ അതല്ല ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് റേയും നോർമലിൻ്റെ ഇടയിലുള്ള ആംഗിളാണ്. അത് 50 ഡിഗ്രി ആണെങ്കിൽ മൊത്തത്തിൽ 90 ആണെന്ന് എനിക്കറിയാം. 50ഉം 40ഉം 90, സോ ദിസ് ഷുഡ് ബി 40. 40 മാച്ച് ആവുന്നുണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ മാച്ച് ആവുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ സ്ഥിതി എന്താണ്? ഇവിടെ ലൈറ്റ് വന്ന് നേരെ ഇടിക്കുന്ന, ലൈറ്റ് ഇങ്ങനെ തിരിച്ചു പോകുന്നു, അത് ശരിയല്ലല്ലോ. കാരണം ആലോചിച്ച് നോക്കുക, ലൈറ്റ് നേരെ വന്ന് അടിച്ചാൽ ലൈറ്റ് നേരെ തിരിച്ചു പോകണം. കാരണം എന്താണ്, നേരെ വന്ന് ഇടിക്കുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? ഇതാണ് ഇൻസിഡൻറ്റ് റേ. നോർമൽ അവിടെ തന്നെയാണുള്ളത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആണ്, 90 ഡിഗ്രി അല്ല, 0 ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 0 ഡിഗ്രിയാണ്. ലൈറ്റ് അങ്ങനെ തന്നെ തിരിച്ചു പോകുന്നു. റിഫ്ലക്റ്റഡ് റേ ഇങ്ങനെ തന്നെ പോകുന്നു. റിഫ്ലക്റ്റഡ് റേ നോർമലിൻ്റെ ഇടയിലുള്ള ആംഗിൾ 0 ഡിഗ്രിയാണ്. ഇവിടെ പക്ഷേ അങ്ങനെയല്ല. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? ആംഗിൾ ലൈറ്റ് വന്ന് ഇങ്ങനെ ഇടിക്കുന്നത്, ഇൻസിഡൻറ്റ് റേ ഇങ്ങനെ ഇവരാണ് ചെയ്യുന്നത്. നോർമലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമുക്ക് ഡയഗ്രാം നോക്കിയാൽ 0 ഡിഗ്രിയാണ്. പക്ഷേ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയാണ്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 45 ഡിഗ്രി എന്ന് കൊടുത്തത്, വിച്ച് ഇസ് നോട്ട് പോസിബിൾ. അപ്പോൾ ഇത് റോങ് ഡയഗ്രമാണ്. ഇവിടെ രണ്ടും ഓക്കെയാണ്, കാരണം ഇത് 45 വരും, ഇത് 45 വരും, 2 45 ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ റോങ് ഡയഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി എന്ന് പറയണം. ഇതുപോലത്തെ ചോദ്യം പരീക്ഷയിൽ മൾട്ടിപ്പിൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉത്തരം പറയാൻ നിങ്ങൾക്ക് പറ്റണം. അടുത്ത മാഗ്നിഫിക്കേഷൻ ബേസ് ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മാഗ്നിഫിക്കേഷൻ ഓഫ് എൻ ഇമേജ് ഫോം ബൈ എ കോൺകേവ് മിറർ ഇസ് -1. -1 ആണ് മാഗ്നിഫിക്കേഷൻ, അല്ല ആവർത്തനം. വാട്ട് ഈസ് ദി പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ്, വാട്ട് ഈസ് ദി പൊസിഷൻ ഓഫ് ഇമേജ്? ഒബ്ജക്റ്റും ഇമേജും എവിടെയാണെന്നാണ് ചോദ്യം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ മാഗ്നിഫിക്കേഷൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. മാഗ്നിഫിക്കേഷനിൽ എപ്പോഴും ഒരു ചിഹ്നമുണ്ടാവും, ഒരു സൈൻ ഉണ്ടാവും, പ്ലസ്സോ മൈനസോ, പിന്നെ ഒരു നമ്പറും ഉണ്ടാവും. ഓക്കെ, മനസ്സിലാക്കേണ്ടത് എത്രയേ ഉള്ളൂ. ഈ സൈൻ നെഗറ്റീവ് ആണെങ്കിൽ, നെഗറ്റീവ് ചിഹ്നമാണ് മനസ്സിലാക്കേണ്ടത്. ഇമേജ് ഇൻവേർട്ടഡ് ആണ്, തല കീഴായിട്ടുള്ള ഇമേജ് ആണ്. പോസിറ്റീവ് മാഗ്നിഫിക്കേഷൻ ആണ് അവിടെ വരുന്നത്. +1 എന്നോ +2 എന്നോ +3 എന്നോ അല്ല +0.5 എന്നോ. പ്ലസ് ആണ് അപ്പുറത്തെങ്കിൽ, പ്ലസ് എപ്പോഴും എഴുതണമെന്നില്ല കേട്ടോ. ഒന്നും എഴുതിയില്ലെങ്കിൽ പ്ലസ് ആണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഇറക്റ്റ് ഇമേജ് ആണ്, നിവർന്നുള്ള ഇമേജ് ആണ്. അതേസമയം അപ്പുറത്തെ ഒരു നമ്പർ നിൽക്കുകയാണ്. ആ നമ്പർ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ആ നമ്പർ >1 ആണ്, ഇമേജ് എൻലാർജ്ഡ് ആണ്, ഒബ്ജക്റ്റിനേക്കാൾ വലിപ്പം കൂടുതലാണ്. =1 ആണെങ്കിൽ സെയിം സൈസ് ആണ്, ഒബ്ജക്റ്റിൻ്റെ അതേ വലിപ്പമായിരിക്കും ഇമേജിനുണ്ടാവുക. >1 ആണെങ്കിൽ സ്മോൾ ഇമേജ് ആയിരിക്കും ഉണ്ടാവുക. എല്ലാ ഇമേജിനെ പറ്റിയാണ് പറയുന്നത്. ഇമേജ് ഒബ്ജക്റ്റിനേക്കാൾ സ്മോൾ ആയിരിക്കും, >1 ആണ് വരുന്നെങ്കിൽ. ഇനി നിങ്ങൾ പറ, ഈ -1 മാഗ്നിഫിക്കേഷൻ ഇവിടെ -1 എന്നല്ല അവർ പറഞ്ഞത്. അതിന് എന്തൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും? മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവേർട്ടഡ് ഇമേജ് ആണ്, തല കീഴായിട്ടായിരിക്കും ഉണ്ടാവും. 1 നമ്പർ മാത്രം നോക്കുക. അവിടെ വീണ്ടും നിങ്ങൾ മൈനസ് നോക്കരുത്. നമ്പർ എന്താണ്? 1 ആണ്. അവിടെ -1 ആണോ എന്ന് ആലോചിക്കരുത്. 1 ആണ്, നമ്പർ മാത്രം നിങ്ങൾ നോക്കാം. 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 എന്ന് പറഞ്ഞാൽ ഇതാണ് സിറ്റുവേഷൻ, സെയിം സൈസാണ്. അതായത് ഇമേജ് ഒബ്ജക്റ്റിൻ്റെ സെയിം സൈസ് ആയിരിക്കും ഉണ്ടാവുക. കോൺകേവ് മിററാണ് കാര്യം. ഈ കോൺകേവ് മിററിന് എപ്പോഴാണ് മക്കളെ ഒബ്ജക്റ്റ് സൈസും ഇമേജ് സൈസും സെയിം ആയിട്ട് വരിക? ഒബ്ജക്റ്റിൻ്റെ വലുപ്പവും ഇമേജിൻ്റെ വലുപ്പവും ഒരൊറ്റ സിറ്റുവേഷൻ മാത്രമേ സെയിം ആയിട്ട് വരുള്ളൂ കോൺകേവ് മിററിൻ്റെ കേസിൽ. അത് എവിടെയായിരിക്കും ഉണ്ടാവുക? അത് അറിയില്ലേ, പഠിച്ചു വെച്ചോ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ഒരു മിറർ എടുക്കുകയാണെങ്കിൽ പോൾ ഉണ്ടാവും, ഫോക്കസ് ഉണ്ടാവും, സെൻറ്റർ ഉണ്ടാവും. നിങ്ങൾ ഈ സെൻറ്ററിൽ ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ
സെൻറ്ററിൽ തന്നെ എവിടെ എന്ത് ചെയ്യും മക്കളെ, ഒരു ഇമേജ് വരും. സെൻറ്ററിൽ തന്നെ ഇമേജ് വരും. ഒബ്ജക്റ്റ് സെൻറ്ററിൽ നിങ്ങൾ വെക്കുകയാണെങ്കിൽ സെൻറ്ററിൽ തന്നെ ഇമേജ് വരും. എന്ന് മാത്രമല്ല ആ ഇമേജിൻ്റെ സൈസും ഒബ്ജക്റ്റിൻ്റെ സൈസും സെയിം ആയിരിക്കും. ഇപ്പോൾ ഒബ്ജക്റ്റിൻ്റെ സൈസ് HO ആണെങ്കിൽ ഇമേജിൻ്റെ സൈസ് HI ആണെങ്കിൽ, ഒബ്ജക്റ്റിൻ്റെ സൈസ് HO ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്, മറ്റേത് ഹൈറ്റ് ഓഫ് ഇമേജ് ആണെങ്കിൽ ഹൈറ്റ് ഓഫ് ഇമേജും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റും സെയിം ആയിരിക്കും. എപ്പോൾ ഒബ്ജക്റ്റ് സെൻറ്ററിൽ വെക്കുമ്പോൾ. ഇമേജ് എവിടെ ആയിരിക്കും ഉണ്ടാവും, അതും സെൻറ്ററിലായിരിക്കും ഉണ്ടാവും. ഇൻവേർട്ടഡ് ഇമേജ് ആണ്, അതുകൊണ്ടാണ് മാഗ്നിഫിക്കേഷൻ -1 വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി പറ മക്കളെ, എന്തായിരിക്കും വാട്ട് ഈസ് പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ്, സെൻറ്ററിൽ. വാട്ട് ഈസ് പൊസിഷൻ ഓഫ് ഇമേജ്, അതും സെൻറ്ററിൽ. ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇത് കോൺകേവ് മിററിൻ്റെ കേസിൽ മാത്രമല്ല, കോൺവെക്സ് ലെൻസിൻ്റെ കേസിലും ട്രൂ ആണ്. നിങ്ങൾ കോൺവെക്സ് ലെൻസ് നിങ്ങൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്ന സാധനമാണ്, അത് പഠിച്ചവർക്കറിയാം. കോൺവെക്സ് ലെൻസിൻ്റെ കേസിലും അവിടെ ഉണ്ടാവും എഫ്, ഇവിടെ എഫ്, ഇവിടെ ഒരു സി, ഇവിടെ ഒരു സി. ഈ സിയിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ആയിട്ട് അവസാനം ആ സിയിലായിരിക്കും ഇമേജ് ഉണ്ടാവുക. അപ്പോഴും മാഗ്നിഫിക്കേഷൻ -1 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ സീനെ നമ്മൾ ഇടയ്ക്ക് 2F എന്ന് വിളിക്കും കേട്ടോ. സി എന്ന് പറയാൻ പൊതുവേ 2F എന്നാണ് വിളിക്കുക. 2F എന്ന് വിളിച്ചാലും സി എന്ന് വിളിച്ചാലും സംഭവം എന്താണ്, സെൻറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അല്ലേ കോൺവെക്സ് ലെൻസിൻ്റെ കേസിലും ഇതേ സംഭവം വർക്ക് ചെയ്യുന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചോ. ക്ലിയർ ആണ്, റെഡി. വേറെ ഒന്നും ചോദിച്ചിട്ടുണ്ട്, വേറെ ഒന്നും ചോദിച്ചില്ല. അപ്പോൾ മാഗ്നിഫിക്കേഷൻ നോക്കി കാര്യങ്ങൾ പറയാൻ വേണ്ടി പഠിച്ചു വെച്ചോളൂ. മാഗ്നിഫിക്കേഷൻ ഇങ്ങനെ തന്നെയല്ല, വേറെ രീതിയിൽ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ മാഗ്നിഫിക്കേഷൻ നിങ്ങൾക്ക് തരാം +2.5. അങ്ങനെയാണ് എന്തൊക്കെ പറയാൻ പറ്റും നിങ്ങൾക്ക്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറക്റ്റ് ആണ്. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ വെർച്വൽ ആയിരിക്കും. എപ്പോഴും വെർച്വൽ ഇറക്റ്റ് ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക, റിയൽ ഇൻവേർട്ടഡ് ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇറക്റ്റ് ആയിരിക്കും, നിവർന്നായിരിക്കും, അതേസമയം മിഥ്യയായിരിക്കും. നമ്പർ പാർട്ട് >1 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്, ഇമേജ് ഈസ് എൻലാർജ് ഇമേജ് ആണ് വരിക. മാഗ്നിഫിക്കേഷന് വേറൊരു ചോദ്യം തരാം. മാഗ്നിഫിക്കേഷൻ -0.5. ഇങ്ങനെ വന്നാൽ എന്തൊക്കെ പറയാൻ പറ്റും? മൈനസ് എന്ന് പറഞ്ഞാൽ അത് ഇൻവേർട്ടഡ് ആയിരിക്കും, തല കീഴായിട്ടായിരിക്കും. ഇൻവേർട്ടഡ് ആണ്, എപ്പോഴും റിയൽ ആയിരിക്കും, യഥാർത്ഥ ഇമേജും എന്നാൽ തല കീഴായിട്ടുള്ള ഇമേജ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ നമ്പർ ഭാഗം നോക്കി, നമ്പർ ഭാഗം >1 ആണ്. >1 എന്ന് പറഞ്ഞാൽ ഇമേജ് സ്മോളർ ഇമേജ് ആയിരിക്കും ഉണ്ടാവുക. സ്മോൾ എന്നോ സ്മോളർ എന്ന് എഴുതാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. അടുത്ത ചോദ്യം പിടിച്ചോളുന്നാലും. അടുത്ത ചോദ്യം ലാസ്റ്റ് സെക്കൻഡ് ചോദ്യമാണ്. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു പ്ലെയിൻ മിറർ ഫ്രം ദി ഫോളോയിങ്. പ്ലെയിൻ മിറർ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പ്ലെയിൻ മിറർ എന്തായിരുന്നു, വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, പിന്നെ സെയിം സൈസും സെയിം ഡിസ്റ്റൻസും ആയിരിക്കും ഉണ്ടാകും. ഓക്കെ, ഇനി പറഞ്ഞേ, വെർച്വൽ ഇമേജ് കറക്റ്റാണ്, റിയൽ ഇമേജ് തെറ്റാണ്. തെറ്റെന്നുള്ളത് നമുക്ക് ഓറഞ്ച് കളറിൽ കാണിക്കാം, തെറ്റാണ്. ഇമേജ് ഇസ് ഫോംഡ് ഇസ് മാഗ്നിഫൈഡ് ആണോ, അല്ല സെയിം സൈസ് ആയിരിക്കും ഉണ്ടാവും, അപ്പോൾ വീണ്ടും തെറ്റാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മിറർ ആൻഡ് ഒബ്ജക്റ്റ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മിറർ ആൻഡ് ഒബ്ജക്റ്റ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇമേജ് ആൻഡ് മിറർ. ഇമേജ് മിററും ഒബ്ജക്റ്റ് മിററും നമ്മുടെ ഡിസ്റ്റൻസ് എന്തായിരിക്കും, അതൊന്നും പറയുന്നില്ല അവർ. അപ്പോൾ സെയിം ആണെന്നായിരിക്കും ഉദ്ദേശിച്ചത്. സെയിം എന്നായിരിക്കും കേട്ടോ ചോദ്യം കംപ്ലീറ്റ് ആവട്ടെ. മലയാളത്തിൽ വായിച്ച് നോക്കാം. തുല്യമായിരിക്കും, സെയിം എന്നാണ് പറയുന്നത്. അത് കറക്റ്റാണോ? അത് കറക്റ്റാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആര് മാത്രമാണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആ ഓറഞ്ചിൽ കൊടുത്തിരിക്കുന്ന ആൾക്കാർ മാത്രമാണ്. ഇതും കറക്റ്റാണ്. റിയൽ ഇമേജ് അല്ല, ഇമേജ് മാഗ്നിഫൈഡും അല്ല. അപ്പം ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ചോദിച്ചിരിക്കും. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് നീല കളറുള്ള. അപ്പോൾ നമ്മൾ കറക്റ്റ് ടിക്ക് ചെയ്യണമെങ്കിൽ ഇതാണ്, ഇത് ടിക്ക് ചെയ്യണം, ഇതും ടിക്ക് ചെയ്യണം. ഇത് രണ്ടും കറക്റ്റാണ്, മറ്റു രണ്ടും തെറ്റാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? സെറ്റ്. അടുത്ത ചോദ്യം, ലാസ്റ്റ് ചോദ്യമാണ്, പ്രോബ്ലം ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിറർ ഫോർമിൽ വെച്ചുള്ള ചോദ്യമാണ്, ഒന്ന് നോക്കാം. വെൻ an object is placed in front of a concave mirror at a distance of 60 cm and image is updated on the screen at 30 cm. ഒബ്ജക്റ്റ് 60 cm ആണ്, ഇമേജ് 30 cm ആണ്, കോൺകേവ് മിറർ ആണ് സംഗതി. ഓക്കെ, ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി മിറർ. ക്ലിയർ ആണല്ലോ? ഇതാണ് സംഭവം. ഓൺ എ സ്ക്രീൻ എന്നും പറയുന്നുണ്ട്. ഇമേജ് എവിടെ കിട്ടിയത്? സ്ക്രീനിലാണ്. കോൺകേവ് മിറർ ആണ്, 60 cm 30 cm. ഇത്ര കാര്യമാണ് പറയുന്നത്. ഫൈൻഡ് ദ ഫോക്കൽ, ഇത്രയാണ് നമുക്കറിയുന്നത്. അപ്പോൾ അതൊരു പിക്ചർ വെറുതെ ഒന്ന് വരച്ചു നോക്കുക കാര്യങ്ങൾ. കോൺകേവ് മിറർ ആണ്, ഇതാണ് കോൺകേവ് മിറർ. ഓക്കെ, ശരി. ഒബ്ജക്റ്റ് ഇതാ ഇവിടെ വെക്കാം നമുക്ക്. ഒബ്ജക്റ്റ് എപ്പോഴും നമ്മൾ ലെഫ്റ്റിലാണ് വെക്കുക. അതാണ് ഒബ്ജക്റ്റ്. എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? 60 cm അകലെയാണ്. അതിൽ എത്ര പറഞ്ഞത്? 60 cm ആണ് പറഞ്ഞത്, 60 cm. ഇമേജ് കിട്ടിയത് 30 cm സ്ക്രീനിലാണ് പറഞ്ഞത്. ഈ സ്ക്രീനിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്ത് ഇമേജ് ആയിരിക്കും? വെർച്വൽ ഇമേജ് ആണോ, റിയൽ ഇമേജ് ആണോ? റിയൽ ഇമേജ് ആണ്. റിയൽ ഇമേജ് സ്ക്രീനിൽ കിട്ടുക. റിയൽ ആണ് എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും, അപ്പോൾ തലകുത്തനെയുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടാകും. ഈ റിയൽ ഇമേജ്, സ്ക്രീനിൽ കിട്ടുന്ന ഇമേജ് ഈ മിററിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും, റൈറ്റ് സൈഡിലായിരിക്കും, അഥവാ മിററിൻ്റെ ഉള്ളിലായിരിക്കും, മിററിൻ്റെ പുറത്തായിരിക്കും. മക്കളെ, മിററിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഇമേജ് വെർച്വൽ ഇമേജ്, ആ സ്ക്രീനിൽ കിട്ടില്ല. സ്ക്രീൻ കൊണ്ടുപോയി മിററിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റില്ല. മിററിൻ്റെ പുറത്ത് കിട്ടുന്ന ഇമേജാണ് സ്ക്രീനിൽ കിട്ടുന്ന ഇമേജ്. ദാറ്റ് ഈസ് ബേസിക്കലി ലെഫ്റ്റ് സൈഡിലായിരിക്കും ഇമേജ് ഉണ്ടാവുക, മിററിൻ്റെ പുറത്ത്. ഇത് മിററിൻ്റെ ഉള്ളാണ്, മിററിൻ്റെ പുറത്ത്. അപ്പോൾ ഇമേജ് എവിടെ ആയിരിക്കും ഉണ്ടാകുക? ഇമേജ് ഒരു സംശയമില്ല ഇവിടെ ആയിരിക്കും ഉണ്ടാകുക. ദിസ് ഇസ് ഇമേജ്. ഇൻവേർട്ടഡ് ആയിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നത് 30 cm. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തെറ്റിച്ച് കഴിഞ്ഞാൽ ആൻസർ മൊത്തം മാറുവേ. സ്ക്രീനിൽ കിട്ടുന്ന ഇമേജ് എപ്പോഴും മിററിൻ്റെ പുറത്തായിരിക്കും ഉണ്ടാവും,
ഉള്ളിലാണെന്ന് പറഞ്ഞാൽ മിററിൻ്റെ ഉള്ളിലാണെന്ന് പറഞ്ഞാൽ അത് വെർച്വലാണ്. സ്ക്രീനിൽ കിട്ടില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും മിററിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി വേഗം നിങ്ങൾ യു എന്താണെന്നും വി എന്താണെന്നും എഴുതുക. യു എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് 60 പക്ഷേ ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ട് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പ്രകാരം ലെഫ്റ്റിലേക്കുള്ള എല്ലാ ഡിസ്റ്റൻസും നെഗറ്റീവ്, റൈറ്റിലേക്ക് എല്ലാ ഡിസ്റ്റൻസും പോസിറ്റീവ്. ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, -60 സെൻറ്റിമീറ്റർ എന്ന് എഴുതണം. അതേപോലെ വി എന്ന് പറഞ്ഞാൽ ഇമേജിലേക്കുള്ള ദൂരമാണ്, അതും ലെഫ്റ്റിലേക്കാണ്, 30 പക്ഷേ -30 ആണ്, കാരണം ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ട് -30. ഫോക്കൽ ലെങ്ത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഫോർമുല എന്താണ് മക്കളെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് മിറർ ഫോർമുലയായ 1/f = 1/v + 1/u എന്ന് പറഞ്ഞ ഫോർമുല ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഫോക്കൽ ലെങ്തിന് ഡയറക്റ്റ് ഫോർമുല പഠിച്ചു വെക്കാം. It is equal to f is equal to uv divided by u plus v. uv divided by u plus v ഈ സിമ്പിൾ ഫോർമുല ഉപയോഗിക്കാം. അത് ഉപയോഗിച്ചാൽ എന്താ ആൻസർ കിട്ടുക, u എന്ന് പറഞ്ഞാൽ -60, v എന്ന് പറഞ്ഞാൽ -30, u plus v എന്ന് പറഞ്ഞാൽ -60 -30 -90. ഈ മൈനസും ഈ മൈനസും നമുക്ക് കളയാം, ഈ പൂജ്യവും നമുക്ക് കളയാം. അപ്പോൾ എന്താ കിട്ടുക, നമുക്ക് -60 ഉണ്ടാവും × 3/9 ഉണ്ടാവും. മറ്റേ 2 മൈനസും പോയി, പക്ഷേ ഒരു മൈനസ് ബാക്കി ഉണ്ടാവും. 3ഉം 9ഉം 3 ആയിരിക്കും, 3 × 3 9 ആണ്. -60 divided by 3, 60/3 എന്ന് പറഞ്ഞാൽ 20 ആണ്. സോ ആൻസർ വിൽ ബി -20 സെൻറ്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് എത്രയാണ് മക്കളെ, ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു -20 സെൻറ്റിമീറ്റർ ആണ്. കോൺകേവ് മിററിൻ്റെയും കോൺകേവ് ലെൻസിൻ്റെ ഒക്കെ എപ്പോഴും കോൺകേവ് എന്ന് പറഞ്ഞ പേരിട്ടാൽ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് തന്നെയാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് വെരിഫൈ ചെയ്യാം. കോൺകേവ് മിറർ ആയിക്കോട്ടെ ലെൻസ് ആയിക്കോട്ടെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവും, കോൺവെക്സ് മിറർ ആയിക്കോട്ടെ ലെൻസ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ആൻസർ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് കിട്ടി, അപ്പോൾ കറക്റ്റാണ്. അറിയാണ്ട് വല്ല +20 വല്ല കിട്ടിയെങ്കിൽ പേടിച്ചോളൂ, കാരണം കോൺകേവ് മിററിൻ്റെ എപ്പോഴും ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യം എന്തായാലും നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾ കാണാൻ പോകുന്നൊരു ചോദ്യമായിരിക്കും. സോ ഒരു കാരണവശാലും ഇങ്ങനത്തെ ചോദ്യം വന്നാൽ വിട്ടുകൊടുക്കരുത്. ഈ ഫോർമുല പഠിച്ചു വെക്കുക. ഒന്നെങ്കിൽ ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഫോക്കൽ ലെങ്ത് ആണെന്ന് ചോദിച്ചെങ്കിൽ ഇത് ഡയറക്റ്റ് ഉപയോഗിക്കാമായിരിക്കും സൗകര്യം. വില വിഒ യു ആണോ ചോദിച്ചെങ്കിൽ ഇതിലിട്ട് കൊടുക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, പക്ഷേ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കണം. റിയൽ ഇമേജ്, സ്ക്രീനിൽ കിട്ടുന്ന ഇമേജ് എപ്പോഴും ലെഫ്റ്റിലായിരിക്കും ഉണ്ടാവുക മിററിൻ്റെ എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇടുക മക്കളെ. ഇതുപോലത്തെ മറ്റുള്ള ചാപ്റ്റേഴ്സിൻ്റെയും ഇതുപോലത്തെ ടോപ്പ് 10 ക്വസ്റ്റൻസ് നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. സോ അതൊക്കെ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ ഇത് എല്ലാ കുട്ടികളിലേക്ക് എത്തുള്ളൂ, എന്നാൽ മാത്രമേ നമുക്കിത് മാക്സിമം ചെയ്തുകൊണ്ടിരിക്കാനുള്ള മോട്ടിവേഷൻ ഞങ്ങൾക്കും കിട്ടുള്ളൂ. ഓക്കെ, അത്രേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.